ഹലോ എവരിവൺ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് എന്താണ് ക്യാൻസർ സെൽ, എന്താണ് ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സ്, എന്താണ് നിയോപ്ലാസം, അതിനൊക്കെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. ഇന്നിപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷൻസിനെ പറ്റിയിട്ടും പറയലാണ്. അപ്പോൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷനെ പഠിച്ചതെന്ന് പ്രീവിയസ് വീഡിയോയിൽ നോക്കിയാൽ കാണാം. ഒന്നും കൂടിയും റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്. അതിൽ തന്നെ നൈട്രജൻ മസ്റ്റാർഡ് ഉണ്ട്, എത്തിലീനമൈൻ ഉണ്ട്, ആൽക്കിൽ സൾഫോണേറ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, മിസലീനിയസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ആൻറ്റി മെറ്റബോളൈറ്റ്. അതിൽ ഫോക്സ്ലൈറ്റ് ആൻറ്റഗോണിസ്റ്റ്, പ്യൂരിൻ ആൻറ്റഗോണിസ്റ്റ്, പിരമിഡിൻ ആൻറ്റഗോണിസ്റ്റ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. അതിൽ ആക്ടിനോമൈസിൻ, ബ്ലിയോമൈസിൻ അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് ആണ്. പിന്നെ മിസലീനിയസ്, പ്ലാന്റ് പ്രൊഡക്ട്സ്, ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ആൽക്കലൈറ്റിംഗ് ഏജൻ്റ് ആണ്. ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻസിലെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷനാണ് ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ്. അതിനെ തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നൈട്രജൻ മസ്റ്റാർഡ്, എത്തിലീനമൈൻ ഡെറിവേറ്റീവ്, ആൽക്കൈൽ സൾഫോണേറ്റ് ഡെറിവേറ്റീവ്, മിസലീനിയസ്. നൈട്രജൻ മസ്റ്റാർഡിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് മെക്ലോറിത്തമൈന്, സൈക്ലോഫോസ്ഫമൈഡ്, ക്ലോറാംബ്യൂസിൽ. എത്തിലീനമൈൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന എക്സാമ്പിളാണ് തയോടെപ്പ. നെക്സ്റ്റ് ആൽക്കൈൽ സൾഫോണേറ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സാമ്പിളാണ് ബസൾഫാൻ. നെക്സ്റ്റ് മിസലീനിയസിൻ്റെ എക്സാമ്പിളാണ് മെഫലാൻ. ഇനി നെക്സ്റ്റ് ഇതിന് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. ആൽക്കൈൽ ഏജൻറ്റ്സ് ഉണ്ട്. ഈ ആൽക്കൈൽ ഏജൻറ്റ്സിൻ്റെ മെയിൻ എയിം എന്താണ്? ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ ആൽക്കൈൽ ഏജൻറ്റ്സും ഉണ്ട്, ക്യാൻസർ സെൽസും ഉണ്ട്. ഇവരെ ഡിസ്ട്രോയ് ചെയ്യും. ഈ ക്യാൻസർ സെൽസിനെ ആൽക്കൈൽ ഏജൻറ്റ്സ് ഡിസ്ട്രോയ് ചെയ്യും. ആൽക്കൈൽ എന്ന് പറയാൻ നമുക്കറിയാം മീഥൈൽ ഗ്രൂപ്പാണെന്ന്. അപ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ട് ഈ DNA സ്ട്രാൻഡ്സിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും, ക്രോസ് ലിങ്ക് ചെയ്യും. എന്നിട്ട് DNA ഡാമേജ് ചെയ്യും. ഇവർ ക്രോസ് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല, റെപ്ലിക്കേഷൻ നടക്കൂല. അപ്പോൾ അങ്ങനെ DNA ഡാമേജ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മെക്കാനിസം. ഓക്കെ, അങ്ങനെയാണ് ഈ DNA ഡാമേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പറയാം? ഇതാണ് സിമ്പിളായിട്ടുള്ള മെക്കാനിസം. നമ്മൾ പഠിക്കുമ്പോൾ ഇതെങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്കാനിസം ഇത് ഫുള്ളായിട്ടുള്ള ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സിൻ്റെ മെക്കാനിസമാണ് പറയുന്നത്. 2 സ്റ്റെപ്സിലാണ് നടക്കുന്നത്. ഒന്ന് ഇൻ്റർമോളിക്കുലർ സൈക്ലൈസേഷനും പിന്നെ നെക്സ്റ്റ് ന്യൂക്ലിയോഫിലിക് അറ്റാക്കുമാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് ക്ലാസ്സാണ് ആൽക്കലൈറ്റിംഗ് ഏജൻറ്റിൽ വരുന്നത് നൈട്രജൻ മസ്റ്റാർഡ്. അതിൽ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? മെക്ലോറിത്തമൈൻ, സൈക്ലോഫോസ്ഫമൈഡ്, ക്ലോറാംബ്യൂസിൽ. മെക്ലോറിത്തമൈൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നൈട്രജൻ മസ്റ്റാർഡ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പം മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ പഠിച്ചതുപോലെ തന്നെ റിപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും പ്രിവെൻറ്റ് ചെയ്യണം. DNA ട്രാൻസ്ക്രിപ്ഷനും റിപ്ലിക്കേഷനും പ്രിവെൻറ്റ് ചെയ്യണമെന്നു ആൽക്കലൈറ്റിംഗ് ഏജൻറ്റിലുള്ള ആൽക്കലി മീഥൈൽ ഗ്രൂപ്പാണ് പ്രിവെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ യൂസസ് ആണ്. ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് പറയാം. ലൂക്കീമിയ, ലങ് ക്യാൻസർ, ഓക്കെ. ഹോഡ്ജ്കിൻസ് ലിംഫോമ എന്ന് പറയുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, എന്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുക? ഹോഡ്ജ്കിൻ ലിംഫോമ, ലൂക്കീമിയ, ലങ് ക്യാൻസർ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചറും പഠിക്കാം, സിന്തസിസും പഠിക്കാം മെക്ലോറിത്തമൈൻ്റെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. മെക്ലോറിത്തമൈൻ്റെ ആദ്യം ഒരു CH3N, പിന്നെ അമൈനല്ല, അപ്പോൾ അമൈൻ ഗ്രൂപ്പാണ് N വരണം, 2 ക്ലോറിനും വരുന്നുണ്ട്. ഇതാണ് സ്ട്രക്ചർ. നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് സിന്തസിസ് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് എടുക്കുന്നത് എത്തിലീൻ ഓക്സൈഡാണ്. CH2 ഒരു O, അത് 2 എടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, 2 എത്തിലീൻ ഓക്സൈഡ്സ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ സ്ട്രക്ചറിലുള്ള പോലത്തെ തന്നെ CH3NH വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ 2 CH3NH2 അതുപോലെ തന്നെ എഴുതാം. 2 CH3NH2 അതുപോലെ തന്നെ എഴുതിയിട്ട് ആ 2 CH2 ആ Nൻ്റെ 2 സൈഡിലേക്കായിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ 2 നമ്മൾ എടുത്തേക്കുന്നത് എത്തിലീൻ ഓക്സൈഡ്. അപ്പോൾ പിന്നെയും 2 CH2 ഉണ്ടാവും, അതും എഴുതാം. പിന്നെ അതിൽ തന്നെ 2 O ഉണ്ട്. H2 കൊടുക്കാം. നെക്സ്റ്റ് ഇനി ഇതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? SOCl2 വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. മെക്ലോറിത്തമൈൻ്റെ സിന്തസിസ് ആയി. ഇത്രയും സിമ്പിളാണ് മെക്ലോറിത്തമൈൻ്റെ സിന്തസിസ്.